ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ 4.5 പതിറ്റാണ്ടായിട്ട് നമ്മുടെ മാപ്പിളപ്പാട്ട് രംഗത്ത് വളരെ സജീവമായിട്ടുള്ള ഒരു ആളാണ്. ആളുടെ പേര് IP സിദ്ദിഖ്. ഹലോ, നമസ്കാരം സർ. ഈ ഒരു ടൈമിൽ കുറേ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു അല്ലേ? ഇപ്പോൾ എങ്ങനെയാ ശരിക്കും ആ ഒരു സ്റ്റേജ് ഷോൻ്റെ ഇപ്പം എങ്ങനെ നമുക്ക് അന്നത്തെ തന്നെ ഒരു ഇത് ഇപ്പോഴും ഉണ്ടോ? പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അന്നത്തെ ആ ഒരു തള്ളിക്കയറ്റം ഇന്നില്ല. ഇന്ന് ഒരു പ്രത്യേക ട്രെൻഡാണ് മുഴുവനായും. അതായത് നല്ല പാട്ടുകൾ ആസ്വദിക്കാനും മാപ്പിളപ്പാട്ട് ആസ്വദിക്കാനും ഒക്കെ ഉള്ള അത്തരം ഒരു സാഹചര്യമുള്ള പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ നമ്മളെപ്പോലുള്ളവരൊക്കെ അവിടെ പാടാനുണ്ടാവും. ഒരു പാട്ട് പാടിത്തരാമോ? അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ. സിദ്ദിഖയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകൾ എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഏതായിരിക്കും, അല്ലെങ്കിൽ ആരുടെ കൂടെ ചെയ്തതായിരിക്കും? ആകപ്പടഞ്ചോ 10 സെന്റാണ് എൻ്റെ പുരയിടം, അതുപോലും പണയത്തിലാക്കി എൻ്റെ. മലപ്പുറം ജില്ലയിൽ ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പം കുറച്ച് ആളുകൾ ഒരു ഭാഗത്തു നിന്നിട്ട് ഇങ്ങനെ ഐറ്റിക്ക പാടണേ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ പാട്ട് ഏതാണെന്ന് അറിയില്ല. ഞങ്ങൾ അവസാനത്തെ ഗാനത്തോടുകൂടി പരിപാടി അവസാനിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, ഈ പാട്ട് പാടാതെ നിർത്തണ്ടെന്നാണ്. അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് മുന്നോട്ട് വന്നു. ഏറ്റം പിരിച്ചത്താലേ ആറ്റൽ വിടരറിവാ. എനിക്ക് തോന്നുന്നു അന്ന് ഇത്രയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു അർഹിച്ച അംഗീകാരം കിട്ടാണ്ട് പോയി എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, എന്നാലും ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ട് മനസ്സിൽ നിൽക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ? മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഖത്തറിൽ ഒരിക്കൽ പ്രോഗ്രാമിന് പോയപ്പോൾ ആളുകളെ നിയന്ത്രിക്കാൻ പോലീസുകാരുണ്ടാവും. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഒരു ഹിറ്റായ അറബി ഗാനുണ്ട്. ഈ പാട്ട് ഞാനിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ 2 പോലീസുകാരിങ്ങനെ സ്റ്റേജിലേക്ക് ഇങ്ങനെ നടന്നു വരുന്ന എല്ലാവരും കാണുക. ഹലോ, വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ 4.5 പതിറ്റാണ്ടായിട്ട് നമ്മുടെ മാപ്പിളപ്പാട്ട് രംഗത്ത് വളരെ സജീവമായിട്ടുള്ള ഒരു ആളാണ്. ആളുടെ പേര് IP സിദ്ദിഖ്. ഹലോ, നമസ്കാരം സർ. നമസ്കാരം. എനിക്ക് തോന്നുന്നു നമ്മൾ ചെറിയ കാലത്തൊക്കെ ഞാനൊക്കെ കേട്ടിരുന്ന മാപ്പിളപ്പാട്ട് നിങ്ങളുടെ ശബ്ദത്തിലൂടെയാണ്. ശരിക്കും എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പോൾ ഓർക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മമ്പറ പൂ മക്കാമിൽ. ഞാൻ പാടുന്നില്ല, പാടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി അങ്ങ് പോവും. പക്ഷെ ശരിക്കും സിദ്ദിഖിൻ്റെ വോയിസിലാണ് നമ്മളധികം പല പാട്ടുകളും കേട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു എനിക്ക്. AV മുഹമ്മദ് എന്ന നമ്മളൊക്കെ പറയുന്ന ഏവിയാക്കയുടെ ഗാനങ്ങളാണ്. ഏവിയാക്കയുടെ ഗാനങ്ങൾ ഒരു 26ഓളം ഗാനങ്ങൾ ഓസ്കാർ മ്യൂസിക്സിന് വേണ്ടി റീറെക്കോർഡിങ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഈ പാട്ടുകളും പറഞ്ഞ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഏവിയാക്കൻ്റെ കുറേ പറയുണ്ടായി. ഇങ്ങനെ കുറേ ഏവിയാക്കൻ്റെ പാട്ടുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് സിദ്ദിഖ അല്ലേ? ഇപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു പാട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന ഗാനങ്ങൾ. അപ്പം ഏവിയാക്കയുടെ പാട്ടുകൾ പാടുന്നതിന് മുമ്പ് എൻ്റേതായ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. 500ഓളം ഓഡിയോ ആൽബങ്ങളിൽ 800-ലധികം പാട്ടുകൾക്ക് എൻ്റേതായ ശബ്ദത്തിൽ പല പാട്ട് ഞാൻ ശബ്ദം നൽകുന്നു. അതിൽ നമുക്ക് തരുന്ന പാട്ടുകളുടെ ആ വരികൾ ആദ്യം നമ്മൾ മനസ്സിലാക്കും. ഇപ്പം ശോകഗാനാണെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ കാണണം. ഇപ്പം പ്രാർത്ഥന ആണെങ്കിൽ, ഭക്തിഗാനങ്ങളാണെങ്കിൽ അങ്ങനെ കാണണം. അപ്പം ഇബാദത്തെടുത്ത് നോക്ക് റബ്ബിലേക്ക്, ഇലാഹവനുടനെ എത്തും കൽബിലേക്ക്, കൽബ് കണ്ടറിയുന്നോനാണ് ഇലാഹേ, കൽബ് കണ്ടറിയുന്നോനാണ് ഇലാഹേ, ഖബറിലേക്ക് നീങ്ങും ബറിഞ്ഞോ കലാമ്, ഇബാദത്തെടുത്ത് നോക്ക് റബ്ബിലേക്ക്, ഇലാഹവനുടനെ എത്തും കൽബിലേക്ക്.
ബാപ്പുപള്ളിപ്പറമ്പ് എഴുതി കോഴിക്കോട് അബൂബക്കർ നമ്മളെ ഔക്കാക്ക എന്ന് പറയുന്ന ഔക്കുബായി ട്യൂൺ ചെയ്ത ഈ പാട്ടാണ്. ഈ പാട്ട് നമുക്ക് അതിന്റെ ഭാവത്തിലേ പാടാൻ പറ്റും, അപ്പോഴേ ആസ്വാദകർ അത് സ്വീകരിക്കും. ഇപ്പം ഈ അടുത്ത് ഫോക്കസ് മാൾ സലാംക്ക എഴുതി ഔക്കുബായി തന്നെ ട്യൂൺ ചെയ്ത ഞാൻ പാടിയ ഒരു ലേറ്റസ്റ്റ് ഗാനമുണ്ട്. താമരപ്പൂവത്തമോറും ചെമ്പരത്തിച്ചുണ്ടും താളമിൽ തങ്കക്കൂടം മാറിൽ തുളുമ്പീരണ്ടും മുട്ടിലോളം മുട്ടുമാക്കാർക്കൂന്തലെന്തു ചന്തം മുല്ലമൊട്ടെ നീ എനിക്കെന്നാകുമെൻ്റെ സ്വന്തം. ഈ പാട്ട് പാടുമ്പോൾ അതിൻ്റെ ഭാവത്തിൽ നമ്മൾ ഉൾക്കൊണ്ട് പാടുക. ഞാൻ നേരത്തെ പാടിയ പാട്ടാവുമ്പോൾ അങ്ങനെ പാടുക. അങ്ങനെ പാടുമ്പോഴേ പാട്ടാവുള്ളൂ, ആസ്വാദകർ സ്വീകരിക്കൂ. ഇപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട് ഏത് പാട്ട് തിരഞ്ഞെടുക്കുമ്പോഴും അതിന്റെ ഫീൽ അല്ലേ, ഫീലോടുകൂടി പാടാന്നുള്ള ഒരു ഗായകന്റെ വലിയൊരു ക്വാളിറ്റിയാ ശരിക്കും. നമുക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ പാടുമ്പോൾ. എനിക്ക് തോന്നുന്നു ശരിക്കും ഈ ഒരു ജേണി, അതായത് ഇങ്ങനെ ഒരു രംഗത്തേക്ക് വരുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അന്ന് കോഴിക്കോട് ആകാശവാണിയിൽ ശിശുലോകം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമുണ്ട്. ശനിയാഴ്ച രാവിലെ, ഞായറാഴ്ച രാവിലെ ബാലലോകം എന്നാണ്. അപ്പം ഈ ശനിയാഴ്ച രാവിലെ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ സ്കൂളുകളിൽ നിന്നും കുട്ടികളെ കൊണ്ടുപോകാറാണ്. അപ്പം 4ാം ക്ലാസ്സിൽ നിന്നും അങ്ങനെ എൻ്റെ സ്കൂളിൽ നിന്ന് അങ്ങനെ പോയപ്പോൾ ഈ മാപ്പിളപ്പാട്ട് എന്നുള്ള എനിക്ക് മാപ്പിളപ്പാട്ടല്ല, ഒരു പാട്ട് പാടാൻ എന്നായിരുന്നു സെലക്ട് ചെയ്തത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് പാട്ടിന്റെ രംഗത്തേക്ക് വരുന്നത്. പാട്ട് പഠിച്ചിരുന്നോ? കുറച്ചൊക്കെ ഇങ്ങനെ ഹിന്ദുസ്ഥാനി സംഗീതം ശരത്ചന്ദ്ര മറാഠെ സാറിൻ്റെ കൂടെ കുറച്ചു കാലം പഠിച്ചിരുന്നു, അത്രേ ഉള്ളൂ. ശരിക്കും അന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഈ ഫാമിലിയിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ടൊക്കെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന അത്ര തന്നെ കിട്ടിയിരുന്നോ? അല്ല, ഇന്നത്തെ കാലത്തുള്ള സോഷ്യൽ മീഡിയയുടെ ആ ഒരു ഇതല്ല അന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാടുന്നു, ഞങ്ങളുടെ ശബ്ദം മനസ്സിലാക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു കാസറ്റിൽ എൻ്റെ ഒരു സ്റ്റാമ്പ് സൈസ് ഫോട്ടോ വരുന്നത് ഞാൻ പാട്ടുകൾ പാടി 10 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതുവരെ അതായത് അതെൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ബഹ്റൈനിലൊരു പ്രോഗ്രാമിന് പോയപ്പോൾ എയർപോർട്ടിൽ ഞാനും MA ഗഫൂറും നിന്നിങ്ങനെ സംസാരിക്കാം. അപ്പോൾ സംസാരിക്കുമ്പോൾ പിന്നിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ IP സിദ്ദീഖാണോ? അതെ എന്താ, അതായത് അയാൾ എൻ്റെ അന്തിമ നബിയെ സല്ലല്ലാഹു എന്നുള്ള ഒരു ഹിറ്റായ ഒരു ഭക്തിഗാനുണ്ട്, പുള്ളി അത് തിരുവനന്തപുരത്തുകാരനാണ്. അപ്പോൾ എൻ്റെ ശബ്ദത്തിലൂടെയാണ് അയാൾ എന്നെ തിരിച്ചറിഞ്ഞത്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഫോട്ടോസോ മറ്റ് ഇതൊന്നുമില്ല. അപ്പം സ്റ്റാമ്പ് സൈസിൽ വരുന്ന ആ ഫോട്ടോ മാത്രമേ നമ്മൾ കാണുള്ളൂ. അതും എൻ്റെ പാട്ടുകൾ ഞാൻ പാടി കാസറ്റിൽ 10 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഒരു സംവിധാനം തന്നെ വരുന്നത്. അന്നൊക്കെ വെറും പാട്ടിൻ്റെത് അതിൻ്റെ നേരെ IP സിദ്ദീഖ് അല്ലെ ഇന്ന ആൾ എന്നേ കൊടുക്കാറുള്ളൂ. പക്ഷെ ഒരു സൗണ്ട് കേട്ടിട്ട് ഒരാൾ തിരിച്ചറിയാന്ന് വെച്ചാൽ അത് അത്രമാത്രം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. കാരണം വെറും ശബ്ദത്തിലൂടെ തിരിച്ചറിയല്ലേ, പക്ഷെ വലിയൊരു അംഗീകാരമാണ് അല്ലേ? ഇപ്പം എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ മുഹമ്മദ് ഖാ എന്ന് പറയുമ്പം ശരിക്കും പുള്ളിയുടെ പാട്ടുകളിൽ ഒരു പ്രത്യേക ഫീലുണ്ട് അല്ലേ? എല്ലാവരും വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു മാജിക് അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ട്. മുഹമ്മദ് ഖാ എന്ന് പറഞ്ഞാൽ മലബാറിൻ്റെ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ശബ്ദഗാംഭീര്യമുള്ള ഒരു സിംഗർ തന്നെയാണ്. തീർച്ചയായിട്ടും അവരെ പോലുള്ള പാട്ടുകൾ ഇപ്പം VM കുട്ടി മാഷ്, പീർക്ക, മൂസാരിഞ്ഞോളി, വിളയിൽ ഫസീലത്ത, ഏവിയാക്ക, ഇവരൊക്കെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു പാതയിലൂടെയാണ് നമ്മളൊക്കെ കടന്നു വരുന്നത്. VM കുട്ടി മാഷൊക്കെ മാപ്പിളപ്പാട്ടിന് നൽകിയ സംഭാവനകൾ, മാപ്പിളപ്പാട്ട് എന്തെന്ന് ജനങ്ങൾക്ക് അറിവ് നൽകിയ ഒരു മഹാനായ കലാകാരനാണ്. അവരൊക്കെ എടുത്ത ആ പാതയിലാണ് നമ്മളെപ്പോലുള്ള ഞാൻ, ജലാല്, കൊല്ലം ഷാഫി, മുക്കം സാജിദ് ഒക്കെ ഇങ്ങനെ കടന്നു വരുന്നത്. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അവരത് ചെയ്തതുകൊണ്ടാണ് ഇന്നിപ്പം നമുക്ക് ഇത്ര ഈസി ആയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അത് ശരിക്കും വലിയൊരു കാര്യമാണ്. നീ ഫസ്റ്റ്ലി പറഞ്ഞു എനിക്ക് പകലൽ നിശാനിയാൽ ആ പാട്ടൊന്ന് പാടിത്തരാമോ? പകലൽ നിശാനിയാലം പരിപാലക സഹായ മഖ്ലൂഖ് ജിന്നിൻസാന മലക്ക് സമാനൂന. പകലൽ നിശാനിയാലം പരിപാലക സഹായ മഖ്ലൂഖ് ജിന്നിൻസാന
മലക്ക് സമാനൂന. ഓക്കെ, നൈസ്, നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ടൈമിൽ കുറേ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു അല്ലേ? ഇപ്പോൾ എങ്ങനെയാ ശരിക്കും ആ ഒരു സ്റ്റേജ് ഷോൻ്റെ ഇപ്പം എങ്ങനെ നമുക്ക് അന്നത്തെ തന്നെ ഒരു ഇത് ഇപ്പോഴും ഉണ്ടോ? പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അന്നത്തെ ഒരു ആ ഒരു തള്ളിക്കയറ്റം ഇന്നില്ല. ഇന്ന് ഒരു പ്രത്യേക ട്രെൻഡാണല്ലോ. ഇപ്പം ഇങ്ങനെ കുറേ പാട്ടുകളുടെ 4 വരി 4 വരി 4 വരി പാടിയിട്ട് ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ പെർഫോമൻസ് ചെയ്യുന്ന അങ്ങനെ ഒരു കാലഘട്ടം. പിന്നെ നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് പ്രോഗ്രാമുണ്ട്. അതിൻ്റെ ഇപ്പം 2-ാം തീയതി ഒരു പ്രോഗ്രാമുണ്ട്. അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു, ടൗൺ ഹാളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. മുഴുവനായും അതായത് നല്ല പാട്ടുകൾ ആസ്വദിക്കാനും മാപ്പിളപ്പാട്ട് ആസ്വദിക്കാനും ഒക്കെ ഉള്ള അത്തരം ഒരു സാഹചര്യമുള്ള പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ നമ്മളെപ്പോലുള്ളവരൊക്കെ അവിടെ പാടാനുണ്ടാവും. അപ്പോൾ ആളുകൾ ശരിക്കും അന്വേഷിച്ച് വരും അത്തരം അല്ലേ? അത് വലിയൊരു ശരിക്കും കാര്യം തന്നെ. നമ്മളിപ്പോഴും അന്വേഷിച്ച ആളുകൾ എത്തുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പം സിദ്ദിഖിനെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അല്ലേ? എത്രയോ വർഷത്തെ പരിചയ സമ്പത്തുണ്ട്. എന്നിരുന്നാലും സിദ്ദിഖിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകൾ എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഏതായിരിക്കും, അല്ലെങ്കിൽ ആരുടെ കൂടെ ചെയ്തതായിരിക്കും? ഞാൻ 84-85 കാലഘട്ടത്തിൽ നഷീദ എന്ന് പറഞ്ഞ ഒരു കാസറ്റാണ് മാപ്പിളപ്പാട്ടിൽ എൻ്റെ ആദ്യമായി പുറത്തിറങ്ങുന്നത്. ഫിലിം മ്യൂസിക് ഡയറക്ടർ ബേണി ഇഗ്നീഷ്യസിൻ്റെ ബേണിയേട്ടനാണ് അതിൻ്റെ പശ്ചാത്തല സംഗീതം മുഴുവനാണ്. പുള്ളി അന്ന് സിനിമയിലേക്ക് വന്നിട്ടില്ല. അപ്പം ആ പശ്ചാത്തല സംഗീതം നൽകിയ ഫക്കർ പന്നൂർ എഴുതിയ ഹസൻ നെടിയനാടൊക്കെ എഴുതിയുള്ള ആ ഒരു കാസറ്റ് ഹിറ്റായതോടുകൂടി ആണ് ഞാൻ മാപ്പിളപ്പാട്ട് രംഗത്തേക്ക് കടന്നു വരുന്നത്. അന്ന് ഹിറ്റായ പാട്ട് പറഞ്ഞാൽ എസ്.എ. ജമീൽക്കക്ക് ശേഷം കത്ത് പാട്ടുകളിൽ ശ്രദ്ധേയമായ ഒരു പാട്ടായിരുന്നു എൻ്റേത്. ആകപ്പടഞ്ചോ 10 സെൻ്റാണ് എൻ്റെ പുരയിടം, അതുപോലും പണയത്തിലാക്കി എൻ്റെ കെട്ടിയോളെ കാതും കഴുത്തൊക്കെ പറിച്ചതും വിറ്റ് കടലൊന്ന് കടക്കുവാൻ നോക്കി. ഈ പാട്ട് ഹിറ്റായി. അതായത് അന്നത്തെ കാലത്ത് വിസ വന്ന് നേരെ ഗൾഫിലേക്ക് പോകുന്ന സമ്പ്രദായമല്ല. ബോംബെ ചെന്നിട്ട് ചവിട്ടി കയറ്റാന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. എമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ അവിടെ നിന്നാണ്. ഇവിടെ ഒന്നും പാസ്പോർട്ട് ഓഫീസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആ കാലത്ത് ഇറങ്ങിയ എന്നോസിക്കായി തെക്കും വടക്കും ഞാൻ കറങ്ങി, എന്നെന്നും വീട്ടിൽ വന്ന് തളർന്ന് വീണുറങ്ങി, എന്തൊക്കെ കീനാ ഉള്ളിലെന്നും ചമഞ്ഞൊരുങ്ങി, എന്തിനീ പറയുന്നീതൊടുക്കൻ ഞാൻ കുഴങ്ങി, എന്നിട്ടോ എൻ്റെ അങ്ങനെ ആ പാട്ട് ഇങ്ങനെ ബോംബെ ചെന്നിട്ടുള്ള വിസ എടുത്ത് അങ്ങനെ അവിടെ നിന്ന് ചവിട്ടി കയറണം. ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ പാട്ടുകളിൽ എസ്.എ. ജമീൽക്കക്ക് ശേഷം ഒരു കത്തുപാട്ട് ഇതായിരുന്നു. കാരണം അന്ന് ഗൾഫിൽ നിന്നൊക്കെ ലീവിന് വരുന്നവരൊക്കെ അധികം ഈ കാസറ്റ് കൊണ്ടുവരുമായിരുന്നു. ആ കാസറ്റിലാണ് ഹസൻ നെടിയനാടിൻ്റെ ബഹറിലെ തീരകളെൻ്റെ കൽവിലേക്കെറിഞ്ഞ്, ബദറുളി തൂകുന്ന പെണ്ണിന്നെങ്ങ് പോയി മറഞ്ഞ്. ഹസൻ നെടിയനാട് എഴുതിയ ഈ പാട്ട് അതൊക്കെ ആ കാസറ്റിലായിരുന്നു. അന്ന് വമ്പൻ ഹിറ്റായിരുന്നു. അതിന് 3-4 മാസങ്ങൾക്ക് ശേഷമാണ് 3-4 മാസങ്ങൾക്ക് ശേഷമാണ് പിന്നെ ദാസേട്ടൻ്റെ മൈലാഞ്ചി പാട്ടുകൾ കാസറ്റൊക്കെ ഇറങ്ങുന്നത്. അപ്പൊ ഇതങ്ങോട്ട് ഹിറ്റായപ്പം മാപ്പിളപ്പാട്ട് രംഗത്ത് ഐ.പി. സിദ്ദീഖ് എന്നൊരു പിന്നീട് അവിടുന്ന് അങ്ങോട്ട് കുറേ പാട്ടുകൾ, ഇപ്പം ഞാൻ നേരത്തെ പാടിയ ഇബാദത്തെടുത്ത് നോക്ക് റബ്ബിലേക്ക്, പിന്നെ മേലോട്ട് പൊങ്ങിയ നെടുവീർപ്പ് താഴോട്ട് വരുമെന്നാരറിഞ്ഞു, മേൽക്കുമേൽ നാം ഇന്ന് കെട്ടിയൊരുക്കിയത് ആർക്കാണെന്നാരറിഞ്ഞു, നാളെ ആർക്കാണെന്നാരറിഞ്ഞു. ആ പാട്ടുകൾ. പിന്നെ അന്തിമ നബിയെ സല്ലല്ലാ, അരുമനിലാവേ സല്ലല്ലാ, അല്ലമീനെ സല്ലല്ലാ, ആദരവോരെ സല്ലല്ലാ. പിന്നെ മുത്തായ മുഹബ്ബത്തെ സത്തായ തെളിവിത്തെ മുസ്തഫൽ മുഖ്താറെ സലാമലൈക്കും അസ്സലാമലൈക്കും. ആ പാട്ട്. പിന്നെ ഹറം ചുറ്റി ഉയരുന്ന പൂങ്കാറ്റേ, അറബിക്കടൽ താണ്ടി വന്നാട്ടെ,
ഈത്തപ്പന പൂത്ത നാട്ടിൻ്റെ ഇതിഹാസമൊന്ന് പറഞ്ഞാട്ടെ. പിന്നെ മണ്ണിൽ ഞാൻ ജീവിച്ചിരുന്നതും മന്നവനോടെന്നും ഇരുന്നതും മങ്ക നിന്നെ കെട്ടാനായി ഹാജത്തും കൊണ്ട് നടന്നതും നീ അറിഞ്ഞില്ലേ പെണ്ണെ നീ. അങ്ങനെയുള്ള കുറേ പാട്ടുകൾ അന്നത്തെ കാലത്തെ ഹിറ്റ് പാട്ടുകളായിരുന്നു. അത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, എന്നെ ഞാനാക്കി മാറ്റിയ കുറേ ഗാനങ്ങളാണ്. ഇത്രയൊക്കെ പാട്ടുകൾ പാടി കുറേ എന്താ പറയുക, ഒരുപാട് ഒരുപാട് വലിയ വലിയ ആളുകൾക്ക് വേണ്ടി ട്രാക്കുകളും പാടിയിട്ടില്ലേ അല്ലേ? ഒരുപാട് മ്യൂസിക് ട്രാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അന്നത്തെ കാലത്ത്? അല്ല, ട്രാക്ക് എന്ന് പറയുന്നത് നമ്മൾ ദാസേട്ടന് വേണ്ടി മാത്രം മൈലാഞ്ചി പാട്ടുകളിൽ പാടിക്കൊടുത്തു. അവർക്ക് വേണ്ടി കോറസ് പാടി. ട്രാക്ക് പാടാന്ന് പറയുന്നത് എൻ്റെ പാട്ടുകൾ അന്നൊക്കെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ട്രാക്ക് സംവിധാനങ്ങളൊന്നുമില്ല. പാട്ട് തരും, ഇന്ന ട്യൂണാണെന്ന് പറഞ്ഞു തരും, സ്റ്റുഡിയോ പോവുക, എല്ലാവരും ഒന്നിച്ചിരിക്കുക, പാടുക, നേരെ റൂമിൽ കയറുക, പാടുക. അതിൽ ഫസ്റ്റിൽ 4 വരിയിൽ പാടി അവസാന 4 വരിയിട്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മുതൽ പിന്നെയും പാടും. ഓർക്കസ്ട്രക്കാർ വായിച്ചും കൊണ്ടിരിക്കുമ്പോൾ അവരിൽ ആരെങ്കിലും തെറ്റിപ്പോയാൽ ഞാൻ പാടി കൊടുക്കണം. അപ്പോൾ ശരിക്കും എത്ര പ്രാവശ്യം നമ്മളിത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും? ഒരു പാട്ടൊക്കെ 1, 2, 3 പ്രാവശ്യമൊക്കെ പാടാറുണ്ട്. അന്നത്തെ കാലം സംവിധാനം അങ്ങനെ. പിന്നീടാണ് അത് ഈ പഞ്ച് ചെയ്യുക എന്ന് പറയുന്ന സംഗതികൾ വന്നത്. പിന്നെ പല നമ്മളിങ്ങനെ ലൈൻസ് മാത്രം പാടിയാൽ മതി, അവർ പഞ്ച് ചെയ്ത് എടുത്തോളൂ, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വന്നു. ഒരുപാട് എളുപ്പമായി ഇപ്പോൾ ആ കാലത്ത് അങ്ങനെയാണ് റെക്കോർഡിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ. അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നത്തെ ജനറേഷനിലെ ആർട്ടിസ്റ്റുകളായിരുന്നെങ്കിൽ, പാട്ടുകാരായിരുന്നെങ്കിൽ ഒരു ദിവസം സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകും. എനിക്ക് തോന്നുന്നു അന്ന് ഇത്രയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു അർഹിച്ച അംഗീകാരം കിട്ടാണ്ട് പോയി എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, അർഹിച്ച അംഗീകാരങ്ങൾ എപ്പോഴും നമ്മളെ തേടി വരണല്ലോ, അതിനാണ് ഒരു മാധുര്യം. ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഒരു അവസരം തരുമെന്ന് ചോദിച്ചിട്ടില്ല ഇതുവരെ. എന്നെ തേടി പല അംഗീകാരങ്ങളും ഇതൊക്കെ എനിക്ക് വന്നിട്ടുള്ളൂ. ഇപ്പം ഫോക്ലോർ അക്കാദമി അവാർഡ് സംസ്ഥാന സർക്കാരിൻ്റെ വന്നു. പിന്നെ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ടൂറിസം വകുപ്പിൻ്റെ മലബാറിലെ ഏറ്റവും നല്ല മാപ്പിളപ്പാട്ട് ഗായകൻ എന്നുള്ള ഒരു അവാർഡ് കിട്ടി. പിന്നെ 2016 അബുദാബിയിൽ വെച്ചിട്ട് കൈരളി ചാനലിൻ്റെ ഷെല്ലയില എന്ന് പറഞ്ഞ ഒരു അവാർഡ് മമ്മൂക്കയിൽ നിന്ന് വാങ്ങാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഏവിയാക്കയുടെ പാട്ടുകൾ തന്നെ അവിസ്മരണീയമാക്കി എന്ന് പറഞ്ഞ് ഖത്തർ KMCC മുതൽ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അവാർഡുകൾ അംഗീകാരം തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവാർഡിനോടൊപ്പം നമ്മളെ പാട്ടുകൾ മനസ്സിൽ കൊണ്ടെടുക്കുന്ന ഒരുപാട് ഇഷ്ടമുള്ള ആസ്വാദകരുണ്ട്. അവരുടെ അംഗീകാരങ്ങളാണ് ഏറ്റവും വലിയ അവാർഡ്. എന്നും നമ്മളിപ്പം എവിടെയെങ്കിലും ചെന്നാൽ നമ്മളെ തിരിച്ചറിയില്ല എന്ന് നമ്മൾ കരുതിയാലും വെറുതെ ആളുകൾ ഇങ്ങനെ ആക്കിയാൽ നമ്മൾ അങ്ങോട്ട് വിഷ് ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ പാട്ടുകൾ അവർ കേൾക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്, അവരെ നമുക്ക് അറിയാമെന്നുള്ളതാണ്. അതെന്നാണ് വലിയൊരു അംഗീകാരം. കറക്റ്റാ. ഇപ്പം കുറച്ച് നേരത്തെ ഞാൻ ഷാഫിക്കയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കുകയുണ്ടായി. അപ്പം ഷാഫിക്ക പറഞ്ഞിട്ടുണ്ട്, ഷാഫിക്ക കുറേ മുമ്പ് ഓട്ടോ ഒക്കെ ഓടിക്കുന്ന സമയത്ത് പല പാട്ടുകളും സിദ്ധിക്കേണ്ടത് കേട്ടിട്ട് പോവുമായിരുന്നു, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുള്ളത്. ശരിക്കും ഷാഫിക്ക അത് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും കണ്ട സമയത്ത്? അല്ല, ഷാഫിക്ക ഞങ്ങളെ ഒന്നിച്ച് വിദേശത്തൊക്കെ കുറേ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ കുറവാണെങ്കിലും ഈ ഗൾഫിലാവുമ്പം എല്ലാവരും കൂടി ഒന്നിച്ചുള്ള പ്രോഗ്രാംസ് ആണ് അധികം നടക്കുക. അപ്പോൾ ഒരിക്കലും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊക്കെ നിങ്ങളുടെ പാട്ട് കേട്ടിട്ടാണ് വന്നത്. ഞാൻ പറയാം ഏത് പാട്ടാണെന്നൊക്കെ വെറുതെ ഇങ്ങനെ ചുമ്മാ. അപ്പം മൂസക്ക പാടിയൊരു പാട്ടുണ്ട്, പക്ഷേ അത് ഞാൻ റീറെക്കോർഡിങ് ചെയ്തപ്പോൾ കത്തുപാട്ടുകൾ എന്നുള്ള ഒരു ആൽബത്തിന് വേണ്ടി റീറെക്കോർഡിങ് ചെയ്തപ്പോൾ ചിലർക്കൊക്കെ അത് ഞാനാണ് പാടിയെന്നുള്ള ഒരു ധാരണയും കൂടി ഉണ്ട്. മൂസക്ക പാടിയ പാട്ടാണ്. ഏറ്റം പിരിച്ചത്താലേ ആറ്റൽ വിടരറിവാൻ
നിന്റെ എഴുത്ത് കിട്ടി എൻ്റെ കരള് പൊട്ടി. ഈ പാട്ട് ഷാഫിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം ആ പാട്ടുകളും അതിൻ്റെ ആ പാട്ട് എനിക്ക് തോന്നുന്നു ഷാഫിക്ക് മാത്രമല്ല ഇപ്പോഴത്തെ ട്രെൻഡ് ലിസ്റ്റിലും കൂടി ആ പാട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളും കൂടി അത് അംഗീകരിക്കുന്നുണ്ട്, അറിഞ്ഞിരുന്നു. അപ്പം എന്താ തോന്നുന്നു ഈ ജനറേഷനും ആ പാട്ടുകളൊക്കെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ശരിക്കും എന്താ ഒരു അത് ഇപ്പോൾ ഈ നരിക്കുനി ഭാഗം അങ്ങനെയുള്ള ചില ഭാഗങ്ങളിലൊക്കെ പ്രോഗ്രാമിന് പോയാൽ അവിടെയൊക്കെ കൊടുവള്ളി ആ ഭാഗത്തൊക്കെ ഈ പാട്ട് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. ഓർക്കസ്ട്ര നടക്കുന്ന സമയത്ത് ഈ പാട്ട് ആ ഗാനമേളയിൽ ഈ പാട്ട് പാടാതെ അവർ വിടൂല. ഈ പാട്ട് നിർബന്ധമായിട്ട് വേണം, പാടിക്കും. മലപ്പുറം ജില്ലയിൽ ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പം കുറച്ച് ആളുകൾ ഒരു ഭാഗത്തു നിന്നിട്ട് ഇങ്ങനെ ഇപ്പിക്ക പാടണേ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ പാട്ട് ഏതാണെന്ന് അറിയില്ല. അപ്പം പറയുന്നുമില്ല, ഞങ്ങൾ അവസാനത്തെ ഗാനത്തോടുകൂടി പരിപാടി അവസാനിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, ഈ പാട്ട് പാടാതെ നിർത്തണ്ടെന്നാണ്. അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് മുന്നോട്ട് വന്നു. അതിലൊരാൾ പറഞ്ഞ് ഏറ്റം പിരിച്ചെത്താൻ നിങ്ങൾ പാടിയിട്ട് നിർത്തിയാൽ മതി. അപ്പോൾ പിന്നെ അനൗൺസ് ചെയ്തു ശേഷം ഏറ്റം പിരിച്ചെത്താൽ പാടുന്നു പറഞ്ഞ് പാടിയപ്പോൾ ഇവർ 10 രൂപയുടെ നോട്ടുകളൊന്നായിട്ട് ഇങ്ങനെ ഒരു മാല ആക്കിയിട്ട് ഇങ്ങനെ അവിടെ കരുതി വെച്ചിരിക്കുക. അങ്ങനെ ഇവർ ഡാൻസൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് സ്റ്റേജിലേക്ക് വന്ന് ആ പാട്ടൊക്കെ പാടി കെട്ടിപ്പിടിക്കുകയും എല്ലാവരുടെ ഭയങ്കര രസമാണ്. അപ്പോൾ അത്രയും ഈ പഴയ ആളുകളെന്നല്ല, ഈ ആളുകളുടെ ആസ്വാദകരുടെ ഇടയിലും ആ പാട്ട് ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഞാൻ മൂസക്ക പാടി കേട്ട ഒരു രീതിയിലാണ്. പിന്നെ നമുക്കൊരു പാട്ട് കിട്ടുമ്പം നമ്മുടേതായുള്ളൊരു ചെറിയൊരു സ്റ്റൈൽ അതിൽ വരുമല്ലോ. ഒരു പക്ഷെ അത് ജനങ്ങൾ സ്വീകരിച്ച് കാണും, അതിൻ്റെ ഫലമായിരിക്കും അത്. എനിക്ക് തോന്നുന്നു ഈ മാപ്പിളപ്പാട്ടല്ലാണ്ട് ഞാൻ നല്ല അനുരാഗ ഗാനം പോലെ അതൊക്കെ പാടുന്ന കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിക്കും നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പഴയ പ്ലാറ്റ്ഫോം നോക്കുമ്പോൾ കുറച്ചുകൂടി വൈഡായിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ആളുകളെ എടുത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് തോന്നുന്നു സിദ്ദിഖ റീറെക്കോർഡിങ് ചെയ്യാനുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. അങ്ങനെ ആരെങ്കിലും ഇപ്പോഴത്തെ ഇതിൽ കോണ്ടാക്ട് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ, ബന്ധപ്പെട്ടിരുന്നോ? അടുത്തങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്കിങ്ങനെ ചെയ്യണമെന്നൊക്കെ പലരും അഭിപ്രായം പറയുമെന്നല്ലാതെ റീറെക്കോർഡിങ് ചെയ്യുന്നതിനെ പറ്റി ആരും ഔദ്യോഗികമായി സംസാരിച്ചില്ല. ശരിക്കും അങ്ങനെ ഒരു അവസരം വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ പാട്ടുകൾ പാടി അടുത്ത തലമുറയ്ക്ക് കൂടി, ഇപ്പം നേരത്തെ ഉള്ളവർ നമ്മുടെ പാട്ടുകൾ കേൾക്കുന്നുണ്ട്, പക്ഷേ അടുത്ത തലമുറയ്ക്കും കൂടി നമ്മളെ പാട്ടുകൾ നമ്മളില്ലെങ്കിലും ജീവിക്കുമല്ലോ, ആ പാട്ടുകൾ കേൾക്കുമല്ലോ. സത്യം. എനിക്ക് തോന്നുന്നു കാസറ്റ് ഉള്ളൊരു സമയത്തുണ്ട്, അത് കഴിഞ്ഞ CD വന്നു. CD-ലെങ്കിൽ ഫസ്റ്റത്തെ മാപ്പിളപ്പാട്ട് പാടുന്നത് സിദ്ദിഖും അതുപോലെ തന്നെ സിബിലേച്ചിയും കൂടി ചേർന്നിട്ടാണ്. ശരിക്കും അത്രയൊക്കെയുള്ള ഒരാൾക്ക് ഇന്നും നല്ല വാല്യൂ ഉണ്ട്. ഒരു പക്ഷെ എത്തിപ്പെടാനായിട്ടായിരിക്കാം അല്ലേ? അല്ല, അത് സാഹചര്യങ്ങളാണ്. ഇപ്പം ഓരോ ട്രെൻഡാണ്. ഇപ്പം നമ്മുടെ പാട്ടുകൾ നമ്മൾ പാടി വെച്ചത് ജനങ്ങൾ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്നും നമ്മൾ ഈ കലാരംഗത്ത് ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇപ്പം പ്രോഗ്രാമിന് വിളിക്കുന്നതും ഈ ഇത്തരം പരിപാടികളിലൊക്കെ ക്ഷണിക്കപ്പെടുന്നതും അത് നമ്മൾ പാടി വെച്ച പാട്ടുകളുടെ ഒരു ഫലമാണ്. ഇപ്പോൾ ബാപ്പുപള്ളിപ്പറമ്പിൻ്റെയും പക്കർ ബന്നൂർ മാഷിൻ്റെയും ഹസൻ നെടിയനാട്, പ്രേം സൂറത്ത്, PT അബ്ദുറഹിമാൻ, അങ്ങനെ ആളുകളുടെ പോയമ്മ കരുവാരക്കുണ്ട്, അങ്ങനെ പലരുടെയും പാട്ടുകൾ ഇപ്പം സംഗീതം ചെയ്ത ഔക്കുബായി, KV അബൂട്ടി മാഷ്, ഗഫൂർ കയാമു, അങ്ങനെ ഒരുപാട് ആളുകളുടെ പാട്ടുകൾ നമുക്ക് പാടാനുള്ള അവസരങ്ങൾ കിട്ടി. അത് പാടിയതൊക്കെ ഹിറ്റായ ഗാനങ്ങൾ ഇന്നും ജനങ്ങൾ സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിനെ കൊണ്ടാണ് നമ്മളൊക്കെ ഇന്നും ഇങ്ങനെ കലാരംഗത്ത് നിറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമുക്ക് ശേഷം വന്ന ഞാൻ നേരത്തെ പറഞ്ഞ താജുദ്ദീൻ ആയാലും, കൊല്ലം ഷാഫി ആയാലും, ജലാലായാലും, ഈ രഹനായാലും ഒക്കെ ഇവരൊക്കെ നമ്മുടെ പാട്ടുകൾ നേരത്തെ കേട്ടതും നമ്മളെക്കുറിച്ച്, നമ്മുടെ പാട്ടുകളെക്കുറിച്ച് മനസ്സിലാക്കിയവരൊക്കെയാണ്. അപ്പം അവർക്കും കൂടി നമ്മളുള്ള ഒരു അംഗീകാരം തന്നെയാണല്ലോ.
അപ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചും കൂടി സ്വീകാര്യത കൂടുതലാണ്. പഴയ പാട്ടുകളൊക്കെ ഇപ്പം ആളുകൾ ഇപ്പോൾ 2K കിഡ്സ് പോലും നമ്മൾ നന്നായിട്ട് സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അവസരം അധികം വിദൂരമല്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എത്തിപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ദൈവാനുഗ്രഹം. എന്തായാലും ഒരുപാട് അവസരങ്ങൾ എത്തട്ടെ എന്തായാലും. അതുപോലെ തന്നെ ഈ മാപ്പിളപ്പാട്ട് അല്ലാതെ ഒരുപാട് പാട്ടുകൾ പാടാറില്ലേ? ഉണ്ട്. ഞാൻ പിന്നെ സംസ്ഥാന റഫി സാഹിബ് 80-ൽ 81-ൽ നടന്ന സംസ്ഥാന റഫീഖാന മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു. അന്നൊന്നും ഞാൻ മാപ്പിളപ്പാട്ട് രംഗത്തേക്ക് വന്നില്ല. പിന്നെ അതിനുശേഷം മുകേഷിൻ്റെ സ്റ്റേറ്റ് ലെവലിൽ നടന്നതിലും ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു. പിന്നെ ബാബുക്കയുടെ പാട്ടുകളൊക്കെ ഓർക്കസ്ട്രക്കും മേഫിലും ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കുറേ പാടും. ആ പാട്ടുകളോടൊക്കെ ഇഷ്ടമാണ്. ബാബുക്കയുടെ കുറേ പാട്ടുകളൊക്കെ, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടാറുണ്ട്. ബാബുക്കേൻ്റെ ഒരു പാട്ട് പാടിത്തരാമോ? അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ, അനുരാഗഗാനം പോലെ. പിന്നെ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുറുമയെഴുതിയ മിഴികളെ. അങ്ങനെ കുറേ പാട്ടുകൾ, ബാബുക്കൻ്റെ പാട്ടുകളുണ്ട്. ഇപ്പം ശരിക്കും ഈ നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ കല്യാണത്തിൻ്റെ ഇതിലൊക്കെ കുറേ വിളിക്കാറില്ലേ പ്രോഗ്രാം ചെയ്യാൻ? അങ്ങനത്തേനൊക്കെ സിദ്ദിഖ പോയി പാടിക്കൊടുക്കാറൊക്കെ ഉണ്ടോ? പാടാറുണ്ട്. ട്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ട്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും? എൻ്റെ ഒരു മേഫിൽ എന്ന് പറഞ്ഞ ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അധികവും ഇപ്പോൾ ഇങ്ങനെ പ്രോഗ്രാം നടക്കുമ്പോൾ ഇന്ന ആളെ വിളിക്കാം എന്നുള്ള ഒരു ഇതാണല്ലോ വരുന്നത്. അപ്പം അങ്ങനെ ഇൻഡിവിജ്വലായി വിളിക്കുമ്പോഴും പോയി പാടും. ഈ അങ്ങനത്തെ പ്രോഗ്രാമുകളിലൊക്കെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലത്ത് മെഹമ്മൂദ്, മുകേഷ്, പിന്നെ റഫി സാഹിബിൻ്റെ ഒക്കെ പാട്ടുകളൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ പാടാനുള്ള ഒരു അവസരം കൂടിയാണത്. മാപ്പിളപ്പാട്ട് വേദിയിലാകുമ്പോൾ വെറും മാപ്പിളപ്പാട്ടേ പാടാൻ പറ്റൂ. മാപ്പിളപ്പാട്ട് പാടാനാണ്, കേൾക്കാനാണ് അവർ നമ്മളെ വിളിക്കുന്നത്. ഇപ്പോൾ അടുത്ത പെരുന്നാൾ സൗദിയിലൊരു പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ പോകണം. അതുപോലെ തന്നെ കുറേ ഇപ്പം പട്ടുറുമാല്, പിന്നെ ദർശന TV-യിൽ പ്രോഗ്രാം, അതിലൊക്കെ വിധികർത്താവായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ? അല്ലേ? ഇപ്പോഴത്തെ അന്നത്തെ ഒരു കുട്ടികളും ഇന്നത്തെ ഒരു കുട്ടികളും തമ്മിൽ വലിയ എന്താ ഒരു ഡിഫറൻറ്റ് എന്താ? ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ പാടുന്ന പല പാട്ടുകളും പിന്നീട് റീടേക്ക് ചെയ്ത് പാടുന്ന പാട്ടുകൾ കേട്ട് പാടിയിട്ട് കുറേ ട്യൂണിൽ നിന്ന് മാറി കുറേ ചിലരൊക്കെ നന്നായി പാടും, അവർക്ക് അതിനുള്ള അംഗീകാരം കിട്ടും. പക്ഷേ ഒരുപാട് കുട്ടികളെ നമ്മൾ ഈ രംഗത്തേക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെ ആയാലും പാടാനുള്ളൊരു താല്പര്യം, ഒരു ആവേശം, അത് നല്ലൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഈ കലാരംഗത്ത് ഇത്തരം പാട്ടുകൾ പാടാനും മാപ്പിളപ്പാട്ടായാലും അങ്ങനെയുള്ള ഒരു ഗാനങ്ങളൊക്കെ അവതരിപ്പിക്കാനും പാടാനുള്ള ഒരു അവസരം ഉണ്ടാകുന്ന വേദിയിൽ കുറേ കുട്ടികൾ വരുന്നു എന്നുള്ളത് തന്നെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ മുമ്പ് പറയണ്ടായി റാഫി ഗാന മത്സരം, മുകേഷ് മത്സരത്തിലൊക്കെ 1ാം സ്ഥാനം കിട്ടിയെന്ന്. ശരിക്കും അന്ന് പാടിയ പാട്ടുകളൊക്കെ ഏതായിരുന്നു? ഞാനന്ന് ചൗധരി കച്ചാന്ത് പാടാമോ? चेहरा है जैसे झील में हंसता हुआ कमल, या जिंदगी के साज पे छेड़ी हुई गजल, जाने बहार तुम किस शायर का ख्वाब हो, चौदहवीं का चांद हो या आफताब हो,
जो भी हो तुम खुदा की कसम लाजवाब हो चांदवी का चांद हो ഈ പാട്ട് ഞാൻ ഫസ്റ്റ് കിട്ടി കിട്ടും, നല്ല രസമുണ്ട്. ഇപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു മുകേഷിൻ്റെത് ഭൂലി ഹുയി യാദോ മുझे इतना न सताओ अब चैन से रहने दो मेरे पास ना आओ भूली हुई यादों ഇതിനും മുകേഷിന്റെ അതിന് മത്സരത്തിൽ ഫസ്റ്റ് കിട്ടാറില്ല അല്ലേ? രണ്ട് പാട്ടും അടിപൊളിയായിട്ടാണ് അതോടെ ഞാനല്ലോ ഫസ്റ്റ് കിട്ടിയതല്ലേ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ആയി, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. എന്നാലും ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ട് മനസ്സിൽ നിൽക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ? മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഖത്തറിൽ ഒരിക്കൽ പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ സാധാരണ ഈ ആളുകളെ നിയന്ത്രിക്കാൻ പോലീസുകാരുണ്ടാവും. അപ്പോൾ പോലീസുകാരുടെ ഡ്യൂട്ടി അത് ആ തള്ളിക്കയറ്റമൊക്കെ നമ്മളവിടുത്തെ പോലെ ഒന്നല്ല. അവരുണ്ടെങ്കിൽ ആരും ഇങ്ങോട്ട് വരില്ല, ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കയറുള്ളൂ. അങ്ങനെയുള്ളൊരു സംവിധാനം അവിടെ. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഒരു ഹിറ്റായ അറബി ഗാനുണ്ട്, وبعد كنتم والله والله عربين لمراد انتم داين سالمين نبع وبعد كنتم والله والله عربين لمراد انتم داين سالمين ما هو الخير الله 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 يكون في عون كل العاشقين نبع وبعاد كنتم والله والله عربين لمراد انتم داين سالمين. ഇതെൻ്റെ ഒരു ഹിറ്റായ ഒരു ഗാനമാണ്. ഈ പാട്ട് ഞാനിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് പോലീസുകാരിങ്ങനെ സ്റ്റേജിലേക്ക് ഇങ്ങനെ നടന്നു വരുന്ന എല്ലാവരും കാണുക. അപ്പം എല്ലാവരുടെയും ഇത് ഇനിയിപ്പം എന്തെങ്കിലും തകരാറ് വന്ന് പിടിച്ച് കൊണ്ടുപോകാനോ അങ്ങനെയാണോ എന്നുള്ളത്. എനിക്കും ഇവരിങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ഭയങ്കര ടെൻഷൻ, അതായത് ഇടങ്ങാറായോ എന്നുള്ള. അറബി പാട്ടാണ് പാടുന്നത്. ഇത് സൗദിയിൽ മുഹമ്മദ് അബ്ദു പാടിയ ഒരു പാട്ട് ഞാൻ റെക്കോർഡിങ് ചെയ്തതാണ്. അവരിങ്ങനെ നേരെ സ്റ്റേജിലേക്ക് വന്നു, പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ റിയാലെടുത്തു, 10 റിയാൽ വന്നിട്ട് ഇങ്ങനെ കയ്യിൽ തന്നിട്ട് ഇങ്ങനായിട്ട് മറ്റൊരാളും കൈകെട്ടി കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പിന്നെ അവരാ സംഘാടകരൊക്കെ ചോദിച്ചു, ഇത് പാടിയത് എവിടുന്ന, ഏത് കാസറ്റിലാണ്, ആൽബമാണൊക്കെ. അപ്പോൾ പിന്നെ ആ രംഗം കണ്ടപ്പോൾ പിന്നെ ജനങ്ങളൊന്നായിട്ട് കളിക്കുക. കാരണം സെക്യൂരിറ്റി നിൽക്കുന്ന പോലീസുകാർ വന്നിട്ട് ടിപ്പ് ഇങ്ങനെ തരില്ലേ. അത് വല്ലാത്തൊരു കലാരംഗത്ത് മറക്കാനാവാത്ത ഒരു അനുഭൂതിയും, ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല ആ സാഹചര്യം. ഇപ്പം ശരിക്കും കുറേ പ്രോഗ്രാംസ് ചെയ്യുന്നു, ഒരുപാട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ? ഞാൻ ചന്ദ്രിക പത്രത്തിലായിരുന്നു, പിരിയോഡിക്കൽസിലായിരുന്നു. ജോലിക്കിടയിൽ, സർവീസിനിടയിൽ എനിക്ക് വേറൊരു രസകരമായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഈ മസ്ജിദുൻ നബവി ഞാൻ പറഞ്ഞ മസ്ജിദുൻ നബവി തൻ മീനാരത്തിൽ ബിലാലിൻ്റെ മധുരമോഹനനാദമുയർന്നിരുന്നു. മഹാനേകനീലാഹെന്ന മഹൽ വാക്യമീതാ ഇന്നും മഹിയെങ്ങോ മലയടിച്ചുയർന്നിടുന്നു, മഹിയെങ്ങോ മലയടിച്ചുയർന്നിടുന്നു. ബക്കർ പന്നൂർ എഴുതി വെള്ളയിൽ അബൂബക്കർ ഈണം നൽകിയ ഈ പാട്ട് എൻ്റെ ആദ്യകാലങ്ങളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ വളാഞ്ചേരിയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ എന്നെ കാണാൻ വന്നു. ഞാൻ വിചാരിച്ചു പ്രോഗ്രാമൊക്കെ ഏൽപ്പിക്കാൻ വന്നതാണ് എന്നുള്ള ഇത്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞല്ലോ, മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ സ്റ്റാമ്പ് സൈസ് ഫോട്ടോ ആണ് വരാറുള്ളത് കാസറ്റിൽ. അത് വരുന്നതിൻ്റെ മുന്നേ ഈ പാട്ട് ഇറങ്ങിയത്. അപ്പം പുള്ളി ഇങ്ങനെ വന്നു, ഞാൻ വളാഞ്ചേരിയിൽ നിന്നാണ്, ഞാൻ പറഞ്ഞ പ്രോഗ്രാം എപ്പോഴാണ് ഡേറ്റൊക്കെ പറഞ്ഞത്. നമ്മളൊരു പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ഹാപ്പി ആവും. അല്ല, പ്രോഗ്രാമിനല്ല, ഈ മസ്ജിദുൻ നബവി പാടിയ ആളൊന്ന് നേരിട്ട് കാണാൻ.
അതെ അതെ അതെ. നേരിട്ട് കാണാം. പാട്ടിനോടുള്ള ഒരു താല്പര്യം, പാടിയ ആളെ കാണാനുള്ള ഒരു ഇഷ്ടം താല്പര്യം. കൊണ്ട് വരാന്ന് വെച്ചാ സത്യം. അപ്പം അങ്ങനെ ഒരു രസകരമായ ഒരു സംഭവം സർവീസിനിടയിൽ ഉണ്ടായിരുന്നു. ആഹാ. ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ പത്രത്തില്? ഇല്ലല്ല. ഓക്കെ. സിനിമയിൽ പാടിയിട്ടുണ്ടോ? സിനിമയിൽ പാടാൻ അവസരം കിട്ടിയിട്ടില്ല. ശരിക്കും എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഒരുപാട് പേര്, വളരെ കുറച്ച് പേരേ ഉള്ളൂ, അതിൽ തന്നെ വളരെ ഫെമിലിയർ ആണ് സിദ്ദിഖ. എന്നിട്ട് എന്തുകൊണ്ട് സിനിമയിൽ പാടാൻ പറ്റിയില്ല എന്നുള്ളതിൽ വിഷമമുണ്ടാ? തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കുന്നു? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അങ്ങനെ അങ്ങോട്ട് ചെന്നിട്ടുള്ള ഒരു ചോദ്യം. പക്ഷേ സീരിയലിൽ പാടിയിട്ടുണ്ട്. എണ്ണപ്പാടം സീരിയലിൽ പി ഭാസ്കരൻ മാഷ് വരികൾക്ക് കോഴിക്കോട് അബൂബക്കർക്ക് ഈണം നൽകിയ ഒരു ടൈറ്റിൽ സോങ്ങും വേറൊരു ഗാനവും പാടിയിട്ടുണ്ട്. പിന്നെ ദാസേട്ടനോടൊപ്പം മാപ്പിളപ്പാട്ട് ഒരു കോറസ് പാടിയിട്ടുണ്ട്. ജയചന്ദ്രനൊപ്പം ചന്ദ്ര സാറിനോടൊപ്പം പിന്നെ ഭക്തിഗാനം, അയ്യപ്പ ഭക്തി ഗാനങ്ങൾക്ക് കോറസ് പാടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും കിട്ടിയതിലെല്ലാം സന്തോഷം, സംതൃപ്തി അല്ലേ? ഇനി ശരിക്കും ഉള്ളൊരു വലിയൊരു ജീവിത അഭിലാഷം, അല്ലെങ്കിൽ നമുക്ക് ഇനിയൊരു ആഗ്രഹം, ഡ്രീം, അതൊക്കെ എന്താ? ജീവിത അഭിലാഷം എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത ജന്മത്തിലും ഗായകനായി ജനിക്കുക, അത്ര അതാണ് പാട്ടിനോട് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ഇനിയുള്ള കാലം ഇത്രത്തോളം പാടാൻ കഴിയുന്നുവോ അത്രത്തോളം പാടുക, ആസ്വാദകർക്കിടയിൽ നിറഞ്ഞു നിൽക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ തന്നെയാണ് അഭിലാഷങ്ങൾ. ഓക്കെ. ഇതൊന്ന് ജീവിതത്തിൽ ഇനിയുള്ള ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. ഒരുപാട് സന്തോഷം വന്നതിലും ഇത്ര നേരം ഒരുപാട് പാട്ടുകൾ പാടി തന്ന ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.